നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കുണ്ടറയിൽ ഉത്സവം കാണാനെത്തിയ യുവതിയെ പോലീസ് മർദ്ദിച്ചു. ഭർത്താവിനൊപ്പം ക്ഷേത്രത്തിലെത്തിയ യുവതിക്കാണ് മർദ്ദനമേറ്റത്. യുവതിയെ മർദ്ദിച്ച SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. പ്രചാരണത്തിൽ ആവേശം നിറച്ച് ചവറയിലെ LDF UDF സ്ഥാനാർത്ഥികൾ. വിവിധ പ്രദേശങ്ങളിൽ ഇരുവരും വോട്ട് തേടി. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിന്റെ പര്യടനം തുടരുന്നു. കൊട്ടാരക്കരയിൽ നടൻ സലീം കുമാറിന്റെ റോഡ് ഷോ. അനധികൃതമായി മൈക്ക് പ്രചാരണം നടത്തിയ വാഹനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തു. അഞ്ചലിലാണ് സംഭവം. UDFന്റെ പ്രചാരണ വാഹനമാണ് പിടിച്ചെടുത്തത്. ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് സാധ്യത. ഏപ്രിൽ 1 വരെ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത. വിശദമായ വാർത്തകളിലേക്ക്. കുണ്ടറയിൽ ഉത്സവം കാണാനെത്തിയ യുവതിയെ പോലീസ് മർദ്ദിച്ചു. ഭർത്താവിനൊപ്പം ക്ഷേത്രത്തിലെത്തിയ യുവതിക്കാണ് മർദ്ദനമേറ്റത്. യുവതിയെ മർദ്ദിച്ച SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ കുണ്ടറ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. കുണ്ടറയിലാണ് യുവതിക്കു നേരെ പോലീസ് അതിക്രമം ഉണ്ടായത്. കാഞ്ഞിരങ്കോട് ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ ഭർത്താവിനൊപ്പം എത്തിയ യുവതിയെ മർദ്ദിച്ചതായാണ് പരാതി. കുണ്ടറ SI കിരണാണ് മർദ്ദിച്ചതെന്ന് യുവതി പരാതിയിൽ പറയുന്നു. പരിക്കേറ്റ യുവതി ചികിത്സയിലാണ്. സംഭവത്തിൽ SPക്കുൾപ്പെടെ പരാതി നൽകി. കാഞ്ഞിരങ്കോട് ക്ഷേത്രത്തിൽ ഉത്സവം കാണാനെത്തിയപ്പോഴായിരുന്നു യുവതിക്ക് മർദ്ദനമേറ്റത്. യുവതിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട്. ഇതേസമയം യുവതിയുടെ ഭർത്താവ് ജോലി തടസ്സപ്പെടുത്തിയതായാണ് പോലീസ് FIRൽ പറയുന്നത്. യുവതിയെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. പേരൂർ സ്വദേശിനിയെ മർദ്ദിച്ച കുണ്ടറ പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച DYFI പ്രവർത്തകർ കുണ്ടറ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. DYFI കുണ്ടറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. പെൺകുട്ടിയെ മർദ്ദിച്ച SI കിരണിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഉപരോധം നടത്തിയത്. DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് MS ശബരിനാഥ്, ജില്ലാ കമ്മിറ്റി അംഗം അൻസർ, കുണ്ടറ ബ്ലോക്ക് പ്രസിഡന്റ് അമൽ തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിലൂടെ കടന്നുപോകുമ്പോഴാണ് അത് വിസ്മയമാകുന്നതെന്നും അത്തരമൊരു വിസ്മയമാണ് ഗാന്ധിഭവനെന്നും സംവിധായകൻ ബ്ലസ്സി. അന്തരിച്ച നടൻ TP മാധവന്റെ സ്മരണയ്ക്കായി പത്തനാപുരം ഗാന്ധിഭവനിൽ നിർമ്മിച്ച TP മാധവൻ തിയേറ്ററിന്റെയും ലോക നാടക ദിനാചരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി ഗാന്ധിഭവൻ ഏർപ്പെടുത്തിയ ദേശീയ നാടക പുരസ്കാരം നടി KPSC ലീലയ്ക്ക് ചടങ്ങിൽ ബ്ലസ്സി സമ്മാനിച്ചു. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിലൂടെ കടന്നുപോകുമ്പോഴാണ് അത് വിസ്മയമാകുന്നതെന്നും നന്മകളെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും എത്രയധികം എഴുതിയാലും അതെവിടെയും എത്താത്ത തരത്തിലുള്ള ബൃഹത്തായ പ്രവർത്തനങ്ങളാണ് ഗാന്ധിഭവന്റേതെന്നും സംവിധായകൻ ബ്ലസ്സി പറഞ്ഞു. അന്തരിച്ച നടൻ TP മാധവന്റെ സ്മരണയ്ക്കായി ഗാന്ധിഭവനിൽ നിർമ്മിച്ച TP മാധവൻ തിയേറ്ററിന്റെയും ലോക നാടക ദിനാചരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിഭവൻ നടത്തുന്ന ആതുര സേവനങ്ങളെ കുറിച്ചാണോ പറയുന്നത്, അതോ ഗാന്ധിഭവൻ ലോകമൊക്കെ മറന്നുകൊണ്ടിരിക്കുന്ന ലോക നാടക ദിനത്തിനെ ആഘോഷിക്കുവാനായി ഈ ദിവസം തിരഞ്ഞെടുത്തവരെ കുറിച്ചാണോ പറയേണ്ടത്? അങ്ങനെ വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ഇന്നത്തെ പ്രഭാതം, എനിക്ക് തോന്നുന്നു എന്നോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്ത് രാംദാസിനും അങ്ങനെ തന്നെ ആയിരിക്കാം. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മൾ അത് വിസ്മയമായി മാറുന്നത്. നമ്മളുടെ പ്രതീക്ഷകൾക്കപ്പുറമായി ജീവിതം കൊണ്ട്, സേവനം കൊണ്ട്,
ഈ ലോകത്തിനെ വാക്കുകൾ ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ. നന്മകളെക്കുറിച്ച്, സ്നേഹത്തിനെക്കുറിച്ച്, കരുതലിനെക്കുറിച്ച് എത്ര അധികം എഴുതിയാലും എവിടെയും എത്താത്ത തരത്തിൽ കാണിച്ചു കൊടുക്കുന്ന വലിയൊരു പ്രവർത്തനം. ഇത് ഞാൻ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആദരണീയനായ ക്രിസോസ്റ്റം തിരുമേനിയോടൊപ്പം ഇവിടെ വന്ന് രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് മടങ്ങിയ ആ ദിവസം ഞാൻ ഇന്നലെ പോലെ ഓർക്കുകയാണ്. ഈശ്വര കൃപ കൊണ്ട് ഗാന്ധിഭവൻ അതിലും അന്ന് കണ്ടതിനേക്കാൾ ഉപരിയായി വലിയ ഒരു തലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ച ലോകമെമ്പാടും ഉള്ള മനുഷ്യരെ കൂടുതൽ നന്മയിലേക്ക്, സ്നേഹത്തിലേക്കൊക്കെ നയിക്കുവാനായിട്ടുള്ള വലിയൊരു ഒരു മാർഗനിർദ്ദേശം കൂടിയാണ് ഈ പ്രവർത്തനങ്ങളിലൂടെ നടക്കുന്നത്. അശരണരായ ആൾക്കാരെ അത് ജീവിതത്തിൽ കൂടെ ആളില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, പലപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള തോന്നലിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഞാനും നിങ്ങളുമൊക്കെ നമ്മൾ തനിച്ചാണ് എന്നുള്ളത് ചില ഇടങ്ങളിൽ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ടി.പി. മാധവന്റെ സ്മരണയ്ക്കായി അദ്ദേഹം താമസിച്ചിരുന്ന മുറി ആധുനിക സജ്ജീകരണങ്ങളുടെ രൂപമാറ്റം വരുത്തി. സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരുമ്പോൾ മുതലുള്ള ടി.പി. മാധവനുമായുള്ള ബന്ധവും സൗഹൃദവും ഓർമ്മകളും ബ്ലസി പങ്കുവച്ചു. നാടകരംഗത്തെ സമഗ്ര സംഭാവനകൾക്കായി ഗാന്ധിഭവൻ ഏർപ്പെടുത്തിയ ദേശീയ നാടക പുരസ്കാരം നാടക ചലച്ചിത്ര നടി KPS ലീലയ്ക്ക് ചടങ്ങിൽ ബ്ലസി സമ്മാനിച്ചു. ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യയുടെ ഗാന്ധി നാടകത്തിലെ അഭിനേതാക്കൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും ചടങ്ങിൽ ആദരവ് നൽകി. അന്തരിച്ച നടനും സംവിധായകനുമായ E.A. രാജേന്ദ്രനെ അനുസ്മരിച്ച് അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഗാന്ധിഭവൻ സ്നേഹഗ്രാമം പഞ്ചായത്ത് പ്രസിഡന്റുമായ R. ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിഭവൻ സെക്രട്ടറിയും മാനേജിംഗ് ട്രസ്റ്റിയുമായ പുനലൂർ സോമരാജൻ, ടി.പി. മാധവന്റെ സഹോദരി മല്ലിക ഉണ്ണിത്താൻ, ഗാന്ധിഭവൻ ചെയർപേഴ്സൺ ഡോക്ടർ ഷാഹിദ കമാൽ, അസിസ്റ്റന്റ് സെക്രട്ടറി G. ഭുവനചന്ദ്രൻ, CEO ഡോക്ടർ വിൻസെന്റ് ഡാനിയൽ, മാനേജിംഗ് ഡയറക്ടർ B. ശശികുമാർ, ജനറൽ ഡയറക്ടർ സന്തോഷ് G. നാഥ, അഡ്വക്കേറ്റ് N. രാംദാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി. കടയ്ക്കാമൺ, പിറവന്തൂർ, കുരിയട്ടുമല, ഉന്നതി മേഖലകളിലായിരുന്നു പര്യടനം. മലയോര ഗ്രാമങ്ങളിൽ പര്യടനം നടത്തി പത്തനാപുരം നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ. കടയ്ക്കാമൺ, പിറവന്തൂർ, കുരിയോട്ടുമല, ഉന്നതി മേഖലകളിലായിരുന്നു പര്യടനം. രാവിലെ കടയ്ക്കാമണ്ണിൽ നടന്ന രണ്ടാം ദിവസത്തെ സ്വീകരണ പര്യടനത്തിൽ അഡ്വക്കേറ്റ് S. വേണുഗോപാൽ, N. ജഗദീശൻ, നജീബ് മുഹമ്മദ്, ബിജു കൃഷ്ണൻ, J. മധു, H. റിയാസ് മുഹമ്മദ്, K. വാസുദേവൻ, K. ബാബു, G. രതീഷ്, സുനിത രാജേഷ്, M. തോമസ്, സജി കോൺകുറ്റിയിൽ, VI സാംകുട്ടി, R. ജയൻ എന്നിവർ പങ്കെടുത്തു. വിവിധ കേന്ദ്രങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിലും കടകളിലും വോട്ട് തേടി. രണ്ടാം ദിവസത്തെ സ്വീകരണ പരിപാടി അമ്പല ജംഗ്ഷനിലാണ് സമാപിച്ചത്. നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി കഴിഞ്ഞ 25 വർഷവും നിങ്ങളോടൊപ്പം അക്ഷീണം പരിശ്രമിക്കുകയും നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾക്കറിയാം, നിങ്ങളിൽ ഒരുവനായി നിങ്ങളുടെ ഓരോ സുഖദുഃഖങ്ങളിലും പങ്കാളിയായിക്കൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം പ്രവർത്തിച്ചു. ഈ പ്രദേശത്തെ ഒരാൾക്കൊരു അസുഖം വന്നാൽ പോലും കേരളത്തിലെ ഏറ്റവും നല്ല ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും, നിങ്ങളൊരു അസുഖമായി ഹോസ്പിറ്റലിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ മറ്റെവിടേക്ക് പോയാലും അവിടെ എൻ്റെ പുറകെയുള്ള വിളിയുണ്ട്, നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാൻ. അങ്ങനെ അനേകരെ നമുക്ക് സുഖജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപടി കാര്യങ്ങൾ, നാടിൻ്റെ വികസനം മാത്രമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ കൂടി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള എന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി ഇവിടെ ജനവിധി തേടുന്ന എനിക്ക് നിങ്ങൾ ടെലിവിഷൻ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം നൽകി അനുഗ്രഹിക്കണം എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.
നിങ്ങളുടെ ഭൂമിക്കുള്ള പട്ടയരേഖകൾ ശരിയാക്കാനുള്ള നടപടികൾ എടുത്ത ഗവൺമെൻറ്റാണ് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുമുന്നണി സർക്കാർ. കൈവശരേഖയുള്ളവർക്ക് പട്ടയം നൽകുന്ന സർക്കാരിൻ്റെ നയം അത് തുടരുകയാണ്. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുന്നതോടുകൂടി രണ്ടാം പിണറായി സർക്കാർ 5 ലക്ഷത്തിലധികം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭൂമിയുടെ അവകാശവും നൽകിയ സർക്കാരാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUC കൊല്ലം ജില്ലാ കൺവെൻഷൻ നടത്തി. സംഘടനയുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായി മുതിർന്ന നേതാക്കളെ ആദരിച്ചു. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUCയുടെ കൊല്ലം ജില്ലാ കൺവെൻഷനാണ് നടത്തിയത്. സംഘടനയുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായി മുതിർന്ന നേതാക്കളെ പരിപാടിയിൽ ആദരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MP ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ ഭാവി സുരക്ഷയ്ക്കും KSEBയെ സംരക്ഷിക്കുന്നതിന് പൊതുസമൂഹം മുന്നോട്ട് വരുന്നതും സന്തോഷകരമായ കാര്യമാണെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ സ്വകാര്യ മേഖലയുടെ കടന്നുവരവിനെ തോൽപ്പിക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമ്മുടെ സംഘടന 50 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ നമ്മൾ ആലോചിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 1957 ഏപ്രിൽ മാസം 1-ാം തീയതി അന്നുവരെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റായിരുന്ന ഒരു സംവിധാനത്തെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റിക്കൊണ്ട് ആ സ്ഥാപനം പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ അതിനകത്തൊന്നും സംഘടനാ പ്രവർത്തനം വളരെ ശുഷ്കാന്തിയോടുകൂടി തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലായിരുന്നില്ല. നേരെ മറിച്ച് ഓരോ കാറ്റഗറിക്കും നമുക്കറിയാം, ഇതിനകത്ത് വ്യത്യസ്തങ്ങളായ കാറ്റഗറികളുണ്ട്. വർക്കർ, ഡ്രൈവർ, അങ്ങനെ തുടങ്ങി അങ്ങനെ മേലറ്റം സബ് എഞ്ചിനീയർ വരെ വരുന്ന വർക്കർമാരുടെ കാറ്റഗറി, മറുവശത്ത് OA മുതൽ SS വരെ വരുന്ന ഒരു വിഭാഗം, അതിൻ്റെ മേലോട്ടുള്ള SS ഓഫീസറായി SA വരെ വരുന്നു. അപ്പോൾ ഇങ്ങനെ ആ കാറ്റഗറിക്ക് എല്ലാം തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ആനുകൂല്യങ്ങളും വ്യത്യസ്തമായ ശമ്പള ഭക്ഷണ രീതികളുമൊക്കെയാണ് ഇവിടെ നിലനിന്നിരുന്നത്. എന്ന് പറഞ്ഞാൽ 1 നൂറ്റാണ്ടിലധികം നമ്മുടെ നാട് ഭരിച്ചിരുന്ന ഒരു കൊളോണിയൽ സംസ്കാരം, ആ ബ്രിട്ടീഷ് സംസ്കാരം, അവർ പറയുന്ന ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന രീതിയിൽ ഇതിനകത്തെ തൊഴിലാളികളെയും ഓഫീസർമാരെയും എല്ലാം ഭിന്നിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ സൂത്രത്തിൽ കൊണ്ടുപോകുന്ന സംവിധാനമായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. ജില്ലാ പ്രസിഡന്റ് R ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജികുമാർ, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ബീന പ്രസാദ്, ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി അശ്വതി, സംസ്ഥാന ട്രഷറർ ഫിലിപ്പോസ്, ജില്ലാ സെക്രട്ടറി പ്രദീപ് കുമാർ, സംസ്ഥാന കൗൺസിൽ അംഗം ഷാജി, ഡിവിഷൻ പ്രസിഡന്റ് രതീഷ് കുമാർ, സെക്രട്ടറി നിക്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് സാധ്യത. ഏപ്രിൽ 1 വരെ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് കനത്ത ചൂടിനാശ്വാസമായി വേനൽ മഴയ്ക്ക് സാധ്യത. ഏപ്രിൽ 1 വരെ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് ഈ വർഷം ഉഷ്ണതരംഗത്തിന് സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജനാലകളും വാതിലും അടച്ചിടണം. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക. കെട്ടിടത്തിനുള്ളിൽ തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക എന്നിവയാണ് നിർദ്ദേശങ്ങൾ. ന്യൂസ് ഡെസ്ക്. CR മഹേഷിന് ഐക്യദാർഢ്യവുമായി നാടക കലാകാരന്മാർ. കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലോക നാടക ദിനത്തിലാണ് നാടക പ്രവർത്തകൻ കൂടിയായ UDF സ്ഥാനാർത്ഥി CR മഹേഷിന് ഐക്യദാർഢ്യവുമായി നാടക കലാകാരന്മാർ ഒത്തുചേർന്നത്. ലോക നാടക ദിനത്തിലാണ് നാടക പ്രവർത്തകൻ കൂടിയായ CR മഹേഷിന് ഐക്യദാർഢ്യവുമായി നാടക കലാകാരന്മാർ ഒത്തുചേർന്നത്. കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നടൻ സലീം കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാടകം വളരെ ദയനീയ അവസ്ഥയിലാണ്. നാടകത്തിന് വേദികളില്ല. നാടകം ഒരു പാവം പഞ്ചപാവമാക്കി മാറ്റി കളഞ്ഞു. അമ്പലത്തിനോട് ചേർന്ന് സ്റ്റേജ്, പള്ളിയോട് ചേർന്ന് സ്റ്റേജുകൾ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. അവിടെ അവർക്ക് അനുകൂലമായ നാടകങ്ങളെ അവതരിപ്പിക്കാൻ പറ്റും. കലാകാരനെ പറയേണ്ട കാര്യങ്ങൾ ഒരമ്പലത്തിലും ഒരു പള്ളിയിലും പറയിപ്പിക്കാൻ പറ്റില്ല, സമ്മതിക്കില്ല. കലാകാരൻ ജീവിച്ചു പോകണ്ടേ എന്ന് കരുതി ഒരു നാടകം കളിക്കുകയാണ്. സത്യം അത് ഇപ്പൊ കേരളത്തിനൊക്കെ അറിയാം.
അത് എത്ര ബുദ്ധിമുട്ടാണ് ഒരു നാടകം എഴുതാൻ. ഞാനിപ്പോൾ വെച്ച് 5 വർഷം നാടക ട്രൂപ്പ് നടത്തിയ ഒരാളാണ് ഞാൻ. ദുബായ് കത്ത് എന്നൊരു നാടകത്തിന് ഞാൻ പേരിട്ടു. അതെൻ്റെ ഒരു ആഗ്രഹം. ദുബായ് കത്ത്, ദുബായിലെ മലയാളികളെ വെച്ചിട്ടൊരു പടം, വിദേശ മലയാളികളെ വെച്ചിട്ട് സിനിമ ചെയ്യണം. CR മഹേഷിനെ ചടങ്ങിൽ ആദരിച്ചു. നാടക കലാകാരന്മാരുടെ പ്രശ്നങ്ങളും കലാകാരന്മാരുടെ ക്ഷേമത്തിനും അവകാശങ്ങൾക്കും വേണ്ടി നിയമസഭയിൽ ശബ്ദമുയർത്തിയതിനാണ് ആദരിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. ചലച്ചിത്ര നടൻ രവീന്ദ്രൻ, നാടക പ്രവർത്തകരായ പ്രമോദ് വെളിയനാട്, ഹേമന്ത് കുമാർ, ആലപ്പി അഷറഫ്, പയ്യന്നൂർ മുരളി, ഉഷ ഉദയൻ, കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി, ശ്രീകുമാർ വടക്കന്തല, ഗോപകുമാർ കർണികാരം, പുന്നൂർ ശ്രീകുമാർ, നിയാസി കുട്ടി തുടങ്ങി 100ഓളം നാടക പ്രവർത്തകർ പങ്കെടുത്തു. CR മഹേഷ് നാടകദിന സന്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റു. അഡ്മിനിസ്ട്രേറ്റർ പുതിയ ഭാരവാഹികൾക്ക് താക്കോലും അനുബന്ധ രേഖകളും കൈമാറി. അനുമോദന സമ്മേളനവും നടത്തി. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭരണസമിതി വെള്ളിയാഴ്ച അധികാരമേറ്റു. സുപ്രീം കോടതി നിയോഗിച്ച അഡ്മിനിസ്ട്രേറ്റർ, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് K രാമകൃഷ്ണൻ താക്കോലും അനുബന്ധ രേഖകളും, സെക്രട്ടറി BS വിനോദ്, പ്രസിഡന്റ് രാജീവ് കടകംപള്ളി, വൈസ് പ്രസിഡന്റ് RD പത്മകുമാർ, ട്രഷറർ സാഗർ മക്കാടം എന്നിവർക്ക് കൈമാറി. റിട്ടയർഡ് ജില്ലാ ജഡ്ജ് MS മോഹനചന്ദ്രൻ, S രമണൻപിള്ള, കാര്യനിർവഹണ സമിതി അംഗങ്ങൾ, പ്രവർത്തക സമിതി അംഗങ്ങൾ, പൊതുഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സമ്മേളനം അഡ്മിനിസ്ട്രേറ്റർ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയും മുൻ ഭരണസമിതി അംഗങ്ങളുടെയും മറ്റ് ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും പഞ്ചായത്തിൻ്റെയും മറ്റ് ഗവൺമെൻറ് അധികാരികളുടെയും സഹകരണത്തോടുകൂടി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ സാധിച്ചു. ഇന്ന് ആ ഒരു ഭരണസമിതി ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു ചുമതല സുപ്രീം കോടതിയുടെ വിധി പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമിതിക്ക് ഏൽപ്പിക്കേണ്ട ഒരു ദിവസമായിരുന്നു. ആ ധന്യ മുഹൂർത്തം കഴിഞ്ഞു. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾക്ക് പുറമെ പരബ്രഹ്മ വിശ്വാസ സമിതി ജനറൽ കൺവീനർ PB സത്യദേവൻ, വൈസ് ചെയർമാൻ S കൃഷ്ണകുമാർ, SNDP യോഗം കരുനാഗപ്പള്ളി യൂണിയൻ പ്രസിഡന്റ് K സത്യശീലൻ, ഓച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാർ, KP ചന്ദ്രൻ, R സോമൻപിള്ള, കോശി അലക്സ് തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേത്രങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇറക്കി വെക്കാനായി ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ 100% അങ്ങനെയുള്ളവരെ അറിഞ്ഞു മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോകൂ. നന്മയുടെ പൂക്കാലം തീർക്കണമെങ്കിൽ 277 പൊതുഭരണ സമിതി അംഗങ്ങളും പരബ്രഹ്മ വിശ്വാസികളും നമ്മുടെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരും ഒന്നിച്ച് നമുക്ക് പ്രവർത്തിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ക്ഷേത്രത്തെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 277 ഭരണസമിതി അംഗങ്ങളും അതിനേക്കാൾ പ്രിയപ്പെട്ട അഭ്യുദയകാംക്ഷികൾക്ക് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകുകയാണ്, വളരെ കൃത്യമായി തന്നെ ഈ സമിതിയെ മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനുണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ വെളിപ്പെടുത്താൻ കഴിയില്ല. ഞങ്ങൾ കൂട്ടായി ആലോചിച്ചിട്ടുണ്ട്. ആ ആലോചന മുഴുവൻ പ്രവർത്തക സമിതി അംഗങ്ങളെയും പൊതുഭരണ സമിതി അംഗങ്ങളുടെ അനുമതിയോടുകൂടി പബ്ലിക്കിനോട് അനൗൺസ് ചെയ്യും. നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് നൽകാൻ കഴിയും. ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്ററെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രചാരണത്തിൽ ആവേശം നിറച്ച് ചവറയിലെ LDF UDF സ്ഥാനാർത്ഥികൾ. വിവിധ പ്രദേശങ്ങളിൽ ഇരുവരും പ്രവർത്തകർക്കൊപ്പം വോട്ട് തേടി. കഴിയുന്നത്ര ആളുകളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ശ്രമത്തിലാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ സുജിത് വിജയൻ പിള്ളയും UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണും. ചവറ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾ പ്രചരണ ചൂടിലാണ്. LDF സ്ഥാനാർത്ഥി സുജിത് വിജയൻ പിള്ള ശക്തികുളങ്ങര, നീണ്ടകര ഹാർബറുകളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ടു. മത്സ്യത്തൊഴിലാളികൾ, ബോട്ട് തൊഴിലാളികൾ എന്നിവരോട് വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് KMML ജീവനക്കാർ, ചവറ, പന്മന പഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവരെയും നേരിൽ കാണാനെത്തി. തേവലക്കര, ചവറ, തെക്കുംഭാഗം എന്നിവിടങ്ങളിലെയും സ്ഥലങ്ങൾ സന്ദർശിച്ച് LDFന്റെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ചവറ, കൊട്ടുകാട് ജംഗ്ഷൻ, മാർക്കറ്റ്, കടകൾ എന്നിവിടങ്ങളിലും വോട്ട് അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 3 ദിവസമായി ചവറയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരുടെ കൂടെയും അണികളുടെയും കൂടെ വോട്ട് അഭ്യർത്ഥിച്ച് ചവറയിൽ നിന്നുണ്ടായ ഒരു പ്രതികരണം, ചവറയിലെ നാനാവിധമായിട്ടുള്ള ജനങ്ങളുടെ പ്രതികരണം വളരെ ആശാവഹമാണ്. ഞങ്ങൾക്ക് ആത്മവിശ്വാസം തരുന്നതാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ഗവൺമെൻറ് സംസ്ഥാനത്തൊട്ടാകെയും അതുവഴി ചവറയിലും
നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളായും വോട്ടുകളായും മാറും എന്നുള്ള ശുഭപ്രതീക്ഷയാണുള്ളത്. ചവറയിലും അതുപോലെ കേരളത്തിലൊട്ടാകെ ഇടതുപക്ഷത്തിന് വൻ മുന്നേറ്റം, ഒരു തരംഗം തന്നെ ഉണ്ടാകും. അങ്ങനെ ഒരു മൂന്നാം ഇടതുപക്ഷ ഗവൺമെന്റിനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇപ്പോൾ കാണുന്നത്. ചവറയിലെ UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിന്റെ വിജയത്തിനായി കർഷക കോൺഗ്രസ് INTUC പ്രവർത്തകർ രംഗത്തെത്തി. കർഷക കോൺഗ്രസ് സ്ക്വാഡ് രൂപവൽക്കരിച്ച് പ്രവർത്തനം തുടങ്ങി. 10 വർഷമായി കർഷകരെ ദ്രോഹിക്കുന്ന LDF സർക്കാരിനെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വോട്ട് ചോദിക്കുന്നത്. INTUC വിവിധ പഞ്ചായത്തുകളിൽ കുടുംബസംഗമം നടത്തി. ഷിബു ബേബി ജോൺ പന്മന, പുത്തൻചന്ത, ടൈറ്റാനിയം തുടങ്ങിയ മേഖലകളിലെ കടകമ്പോളങ്ങളിൽ വോട്ട് ചോദിച്ചു. പന്മന, കുറ്റിവട്ടം, പനേനാർഗാവ് എന്നിവിടങ്ങളിലും വോട്ട് അഭ്യർത്ഥിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നാണ് ഒരു പരസ്യ പ്രചരണം എന്നുള്ള നിലയിൽ കടകമ്പോളങ്ങൾ കയറി വോട്ടർമാരെ സമീപിക്കുന്നത്. വിസ്മയിപ്പിക്കുന്ന, ആവേശം പകരുന്ന പ്രതികരണമാണ് വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ 6ാമത്തെ തെരഞ്ഞെടുപ്പാണ്. മുൻപൊരിക്കലും ദർശിച്ചിട്ടില്ലാത്തതുപോലുള്ള ഒരു പ്രതികരണവും സ്വീകാര്യതയും വോട്ടർമാർ നൽകുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇരുമുന്നണികളും വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ്. ന്യൂസ് ബ്യൂറോ, ചവറ. അനധികൃതമായി മൈക്ക് പ്രചാരണം നടത്തിയ വാഹനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തു. അഞ്ചലിലാണ് സംഭവം. UDFന്റെ പ്രചാരണ വാഹനമാണ് പിടിച്ചെടുത്തത്. അഞ്ചലിലാണ് അനധികൃതമായി മൈക്ക് പ്രചാരണം നടത്തിയ വാഹനം പിടിച്ചെടുത്തത്. UDFന്റെ പ്രചരണ വാഹനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ക്വാഡ് പിടികൂടി പോലീസിലേൽപ്പിച്ചത്. പിടിച്ചെടുത്ത വാഹനം നിയമ നടപടികൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കഴിയുന്ന മുറയ്ക്ക് വിട്ടു നൽകുമെന്ന് അധികൃതർ പറഞ്ഞു. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്ന് അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ജനങ്ങൾക്ക് പൊറുതിമുട്ടിയ ഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും ഇതിന് പരിഹാരം കാണാൻ UDF അധികാരത്തിലെത്തണമെന്നും ചാത്തന്നൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി സൂരജ് രവി. സമസ്ത മേഖലകളിലും വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞതായി LDF സ്ഥാനാർത്ഥി R രാജേന്ദ്രൻ. കേന്ദ്ര സർക്കാർ പദ്ധതികളിലൂടെ നിരവധി പേർക്കാണ് പ്രയോജനം ഉണ്ടായതെന്ന് NDA സ്ഥാനാർത്ഥി BB ഗോപകുമാർ. കൊല്ലം പ്രസ് ക്ലബിന്റെ വോട്ടും വാക്കും പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു മൂവരും. LDF സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം ചാത്തന്നൂരിലെ വികസനത്തിന് തിരിച്ചടിയായെന്നും എല്ലാ മേഖലകളിലും ജനങ്ങൾ ഈ ഭരണം കൊണ്ട് പൊറുതിമുട്ടിയെന്നും UDF സർക്കാർ വന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണൂ എന്നും ചാത്തന്നൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സൂരജ് രവി. UDFന്റെ നേതൃത്വത്തിന് അറിയാവുന്നതിലും കൂടുതൽ കാര്യങ്ങൾ BJPയുടെ സ്ഥാനാർത്ഥിക്കാണ് അറിയാവുന്നത് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും അത്ഭുതം തോന്നി. അപ്പോൾ അദ്ദേഹം ആധികാരികമായിട്ടാണ് ഇവിടെ ഫോർവേഡ് ബ്ലോക്കിൽ നിന്ന് സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം അവിടെ പ്രചരണം ആരംഭിച്ചു. അതിനുശേഷം ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. എന്ത് പ്രചരണമാണ് അദ്ദേഹം ആരംഭിച്ചത് എന്ന് ഒന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എവിടെങ്കിലും ഒരു കോർണർ മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരു മണ്ഡലം കമ്മിറ്റിയിലെങ്കിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഫോർവേഡ് ബ്ലോക്കിന് സീറ്റ് കൊടുക്കുന്നു എന്ന് വന്നപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്നും വലിയ പ്രതിഷേധം ഉണ്ടായി എന്നുള്ളതിനകത്ത് രഹസ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. അപ്പോഴാണ് അദ്ദേഹവുമായിട്ട് UDFന്റെയും കോൺഗ്രസിന്റെയും ഉന്നത നേതൃത്വം അദ്ദേഹവുമായിട്ട് ഡൽഹിയിൽ വെച്ച് ചർച്ച നടത്തി. അദ്ദേഹത്തിന്റെ പൂർണ്ണ മനസ്സോടെ അദ്ദേഹം ക്ലെയിം ചെയ്തതല്ല, അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിട്ട് ഇതിനകത്ത് വലിയ രഹസ്യ സ്വഭാവമൊന്നുമില്ല. എന്നാൽ സമഗ്ര മേഖലകളിലും വികസനം കൊണ്ടുവരാൻ LDF സർക്കാരിനും ചാത്തന്നൂർ MLA ജയലാലിനും കഴിഞ്ഞുവെന്നും LDF സ്ഥാനാർത്ഥി R രാജേന്ദ്രൻ പറഞ്ഞു. കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ദീർഘദൃഷ്ടിയോടുകൂടി ആസൂത്രിതമായി നടന്ന 10 വർഷങ്ങളാണ് 2016 മുതൽ സമയം വരെ നടന്നിട്ടുള്ളത്. ഒരുപാട് തരം പ്രതിസന്ധികൾ കേരള ജനത നേരിട്ട ഒരു കാലഘട്ടം കൂടിയാണ്. ഞാനതൊന്നും വിശദീകരിച്ചു പോകുന്നില്ല. നമ്മുടെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം പുതിയ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഉണ്ടായ ഭരണകാലഘട്ടങ്ങൾ പരിശോധിച്ചാൽ ഇത്രയേറെ കേരളത്തോട് അവഗണനയും വഞ്ചനയും കാണിച്ചിട്ടുള്ള ഒരു കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവഗണന പല രൂപത്തിന് മുമ്പുണ്ടായിട്ടില്ല. ഇത്രയേറെ കേരളത്തോട് പകപോക്കുന്ന ഒരു സമീപനം മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. ദുരന്തങ്ങളുണ്ടായ സന്ദർഭങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഒരു സഹായ ഹസ്തം കിട്ടാനുള്ള ഭരണഘടനാപരമായ ബാധ്യത പോലും മറന്നുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചിട്ടുള്ളത്. കേരള സർക്കാരിനെ ശ്വാസം പൊട്ടിക്കുന്ന തരത്തിൽ സാമ്പത്തിക വിരോധവും മറ്റെല്ലാ തരത്തിലുമുള്ള രീതിയിലുള്ള സമ്മർദ്ദങ്ങളും കേരളത്തിന് മേലിൽ ചെലുത്താൻ കേന്ദ്ര ഗവൺമെന്റ് പരിശ്രമിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കിസാൻ സമ്മാൻ നിധി വഴി
നിരവധി പേർക്ക് ആശ്വാസം കിട്ടിയെന്നും ആരോഗ്യമേഖല, ഇൻഷുറൻസ്, ഗ്യാസ് കണക്ഷനുകൾ ഉൾപ്പെടെ നിരവധി കേന്ദ്ര പദ്ധതികൾ ജനങ്ങൾക്ക് ലഭിച്ചതിനാൽ ഇത്തവണ ചാത്തന്നൂരിൽ NDA സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും NDA സ്ഥാനാർത്ഥി BB ഗോപകുമാർ പറഞ്ഞു. ചാത്തന്നൂരിനെ സംബന്ധിച്ചോളം ഒരു മാറ്റത്തിനാണ് ചാത്തന്നൂർ ആഗ്രഹിക്കുന്നത്. 2016-ലും 2021-ലും NDA BJPയെ 2ാം സ്ഥാനത്ത് എത്തിച്ചത് ഇത്തവണ 1ാം സ്ഥാനത്തെത്തി ഒരു പരീക്ഷണം നടത്തണം. അതാണ് ചാത്തന്നൂരിൻ്റെ ഒരു പൊതുവികാരം. ചാത്തന്നൂരിന് അനന്തമായ വികസന സാധ്യതകൾ ഉണ്ടായിരുന്നു. ആ വികസന സാധ്യതകൾ എത്രത്തോളം പ്രയോജനപ്പെടുത്തി അവിടുത്തെ നിയമസഭാ സാമാജികർ എന്നുള്ളതും ഒരു സജീവമായ ചർച്ചയാണ്. നിരവധി വിഷയങ്ങളുണ്ട്. 10 മിനിറ്റിനുള്ളിൽ എല്ലാ വിഷയങ്ങളും ചർച്ചപ്പെടേണ്ടതല്ല. അതാണ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ബഹുമാനായ പട്നായക് സാറ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ കേരളത്തിലെ പുതുതായി താലൂക്ക് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കമ്മീഷൻ വെച്ചു. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ കേരളത്തിൽ ഇനി ഒരു താലൂക്ക് രൂപീകരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ആദ്യം രൂപീകരിക്കപ്പെടേണ്ടത് ചാത്തന്നൂർ താലൂക്കായിരിക്കണമെന്നാണ് ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചത്. പക്ഷേ നാളിതുവരെ ആ താലൂക്ക് രൂപീകരണം ചാത്തന്നൂരിൽ. കൊല്ലം പ്രസ് ക്ലബിൽ വോട്ടും വാക്കും സംവാദ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു മൂവരും. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജയകൃഷ്ണൻ, ട്രഷറർ കണ്ണൻ നായർ, നിർവാഹക സമിതി അംഗം ജയൻ മഠത്തിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. കുണ്ടറയിൽ ഉത്സവം കാണാനെത്തിയ യുവതിയെ പോലീസ് മർദ്ദിച്ചു. ഭർത്താവിനൊപ്പം ക്ഷേത്രത്തിലെത്തിയ യുവതിക്കാണ് മർദ്ദനമേറ്റത്. യുവതിയെ മർദ്ദിച്ച SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. പ്രചാരണത്തിൽ ആവേശം നിറച്ച് ചവറയിലെ LDF UDF സ്ഥാനാർത്ഥികൾ. വിവിധ പ്രദേശങ്ങളിൽ ഇരുവരും വോട്ട് തേടി. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിന്റെ പര്യടനം തുടരുന്നു. കൊട്ടാരക്കരയിൽ നടൻ സലീം കുമാറിന്റെ റോഡ് ഷോ. അനധികൃതമായി മൈക്ക് പ്രചാരണം നടത്തിയ വാഹനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തു. അഞ്ചലിലാണ് സംഭവം. UDFന്റെ പ്രചാരണ വാഹനമാണ് പിടിച്ചെടുത്തത്. ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് സാധ്യത. ഏപ്രിൽ 1 വരെ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.